Hello everyone, welcome to Delicious Recipes. Beetroot Cutlet ആണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഒരു ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ ആണ് വേവിച്ചുടച്ചെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് സവാളയും പച്ചമുളകും ഇഞ്ചിയും മല്ലിയിലയുമാണ്. ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയുടെ പകുതിയാണ് ഞാൻ എടുത്തത്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള കൂടുതൽ വഴറ്റി ബ്രൗൺ ഷെയ്ഡൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണ്. ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഉള്ളി വഴന്ന് കഴിയുമ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചിയും 2 പച്ചമുളകുമാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇഞ്ചിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അര ടീസ്പൂൺ ആംചൂർ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ഡ്രൈ മാംഗോ പൗഡറാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇപ്പോൾ ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ബീറ്റ്റൂട്ട് ഒന്ന് വഴന്നു വന്ന ശേഷം ഇതിലേക്ക് വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. ഇത് കുറച്ച് സമയത്തേക്ക് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നന്നായി തണുത്ത ശേഷം കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഇതാക്കിയെടുക്കണം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൽ 2 നുള്ളു ഉപ്പും 2 നുള്ളു കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒട്ടും തന്നെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കാം. ബീട്രൂട്ടിൻ്റെ കൂട്ട് നന്നായിട്ട് തണുത്ത ശേഷം ഞാൻ നല്ലതുപോലെ അത് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ കൂട്ട് കുറച്ച് വീതം എടുത്ത് കൈകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയ ശേഷം കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് കോൺഫ്ലോർ മിക്സിലൊന്ന് മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിലേക്കൊന്ന് എടുത്ത് വയ്ക്കാം. നന്നായിട്ട് ബ്രെഡ് ക്രംസിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇനി ബാക്കിയുള്ള ബീട്രൂട്ടിൻ്റെ കൂട്ടും കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുത്തിട്ട് വരാം. ഈ ഒരു അളവിൽ ഇൻഗ്രീഡിയൻസ് എടുത്താൽ 7 കട്ട്ലറ്റ് നമുക്ക് തയ്യാറാക്കാം. ഞാനിത് 15 മിനിറ്റ് ഫ്രീസറിൽ വെക്കുകയാണ്. ഫ്രീസറിൽ വെക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ ഇത് അടച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. 15 മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഞാനിവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നപ്പോൾ
ഓരോ കട്ട്ലറ്റായിട്ട് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തീ കൂട്ടി വെക്കരുത്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചതാണ്. ബീട്രൂട്ട് വഴറ്റിയെടുത്തതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാം. പിന്നെ ഇത് ഓരോന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 2 വശവും മുരിഞ്ഞു വരുമ്പോൾ എണ്ണയിൽ നിന്നും ഇത് എടുത്തു മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് കട്ട്ലറ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഈ റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് എന്ന ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്